ഹായ് ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ സാംസങ്ങിൻ്റെ മൊബൈൽസ് മാത്രം വേണമെന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടിയാണ്. സാംസങ്ങിൻ്റെ 25,000 താഴെയുള്ള ഫോൺസിനെ പറ്റിയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്നത്തെ എൻ്റെ ലിസ്റ്റിൽ 5 ഫോണുകളാണുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം വീഡിയോ ഇട്ട് പോകാം. ആദ്യം നമുക്ക് സാംസങ്ങിൻ്റെ എ സീരീസ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഉള്ള ഫോണാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സാംസങ്ങിൻ്റെ A35 എന്ന് പറഞ്ഞ ഫോണാണ്. ഈ ഫോണിൽ ഓസം ഐസ് ബ്ലൂ, ഓസം ലീലാക്ക്, ഓസം നേവി എന്ന കളർ ഓപ്ഷൻസ് ആണ് വരുന്നത്. ഇതിൽ സൂപ്പർ HDR വീഡിയോസ് ഇതിൻ്റെ ക്യാമറ നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ കുറേ AI ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സർക്കിൾ ടു സെർച്ച് അങ്ങനെ പോലെയുള്ള AI ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഒബ്ജക്റ്റ് റേസർ ഒക്കെ വരുന്നുണ്ട്. ഇതിൽ നൈറ്റ് ഫോട്ടോഗ്രാഫി മോഡും വരുന്നുണ്ട്. ഇതിൽ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സ് പ്ലസിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. IP67 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ഈ ഫോൺ. ഈ ഫോണിൽ സാംസങ്ങിൻ്റെ നോക്സ് സെക്യൂരിറ്റി അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ വരുന്നുണ്ട്. സാംസങ് വാളറ്റ്, സാംസങ് ഇൻ്റർനെറ്റ് കണക്ഷൻ ഒക്കെ വരുന്നുണ്ട്. ഇതിൽ 4 വർഷത്തെ OS അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഫോണിൽ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയോടൊപ്പം 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് ഈ ഫോൺ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 24,499 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. അടുത്തതായി സാംസങ്ങിൻ്റെ A സീരീസിലുള്ള ഈ ഫോൺ തന്നെയാണ് സാംസങ് A60. ഈ ഫോണിൽ ഗോൾഡ്, ലൈറ്റ് ഗ്രീൻ, ബ്ലൂ ബ്ലാക്ക് എന്ന കളർ ഓപ്ഷൻസ് ആണ് വരുന്നത്. ഇതിൽ IP54 വാട്ടർ റെസിസ്റ്റൻറ്റ് വരുന്നുണ്ട്. ഇതിൽ 6.7 ഇഞ്ച് വരുന്ന ഫുൾ HD+ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയും 5 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ മാക്രോ ക്യാമറയും ഇതിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫോട്ടോഗ്രാഫി ഈ ഫോണിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ 13 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നതാണ്. ഇതിൽ 5000 mAh ബാറ്ററിയോടൊപ്പം 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ 6 വർഷത്തെ OS അപ്ഡേറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 21,499 രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ്. അടുത്ത സാംസങ്ങിൻ്റെ ഒരു വെറൈറ്റി ഫോണാണ് സാംസങ്ങിൻ്റെ ആദ്യത്തെ ലെതർ ഫിനിഷുള്ള ഫോൺ സാംസങ് F55. ഈ ഫോണിൽ റൈസിൻ ബ്ലാക്ക്, ആപ്രിക്കോട്ട് ക്രഷ് എന്ന കളർ ഓപ്ഷൻസ് ആണ് വരുന്നത്. 2 കളർ ഓപ്ഷൻസിലും ലെതർ ഫിനിഷാണ് വരുന്നത്. ഇതിൽ 7.8 mm മാത്രമാണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. 180 ഗ്രാം മാത്രമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇതിൽ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഇതിൽ ഗോൾഡൻ റിംസ് ആണ് ക്യാമറയുടെ ചുറ്റും വരുന്നത്. ഇതിൽ സാഡിൽ സ്റ്റിച്ച് പാറ്റേൺ എന്ന് പറയുന്ന ഒരു പാറ്റേൺ വരുന്നുണ്ട്. ലെതർ തുന്നി പിടിപ്പിച്ച ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ കാണാൻ സാധിക്കുന്നത്. ഇതിൽ ഗോൾഡൻ ഫ്രെയിം വരുന്നുണ്ട്. ബ്ലാക്ക് കളറിൽ ഗോൾഡൻ ഫ്രെയിം ഇല്ല, സിൽവറല്ല, ആപ്രിക്കോട്ട് ക്രഷിൽ മാത്രമാണ് ഗോൾഡൻ കളർ വരികയുള്ളൂ. ഇത് 6.7 ഇഞ്ച് എന്ന ഫുൾ HD+ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഇതിൽ ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും വരുന്നുണ്ട്. ഇത് സാംസങ് നോക്സ് സെക്യൂരിറ്റി എന്ന് പറയുന്ന സംവിധാനങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 1 എന്ന് പറയുന്ന പവർഫുൾ പ്രൊസസ്സറാണ് വരുന്നത്. ഈ വരിക്ക് ഡീസൻറ്റ് പ്രൊസസ്സറാണ്. അത്യാവശ്യം ഗെയിമിംഗ് ഒക്കെ ഈ ഫോണിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൽ 5000 mAh ബാറ്ററിയോടൊപ്പം 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. ഇതിൽ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയും 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ മാക്രോ ക്യാമറയും വരുന്നുണ്ട്. ഇതിൽ 50 മെഗാപിക്സലിൻ്റെയാണ് സെൽഫി ക്യാമറ വരുന്നത്. സാംസങ്ങിൻ്റെ F സീരീസിൽ ആദ്യമായാണ് 50 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ വരുന്നത്. ഇതിൽ 4 വർഷത്തെ OS അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 24,999 ഇതിൻ്റെ പ്രൈസ്. ഇനി സാംസങ്ങിൻ്റെ ഒരു മോൺസ്റ്റർ സീരീസിലുള്ള ഒരു ഫോണാണ് സാംസങ് M55s. ഇതിലും സാംസങ് F55ൻ്റെ അതേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. ബാക്ക് ലെതർ ആയിരുന്നു മറ്റേ ഫോണിൽ, ഇതിൽ പ്ലാസ്റ്റിക്കാണ് വരുന്നത്. ഇതിൽ തണ്ടർ ബ്ലാക്ക്, കോറൽ ഗ്രീൻ എന്ന് പറയുന്ന കളർ ഓപ്ഷൻസ് ആണ് വരുന്നത്. ഇതിൽ 6.7 ഇഞ്ച് എന്നത് സൈഡ് സപ്പോർട്ട് ചെയ്യുന്ന ഫുൾ HD+ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 50 മെഗാപിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ വരുന്നുണ്ട്. ഇതൊക്കെ സാംസങ് F55 ഉണ്ടായിരുന്നതാണ്. 5000 mAh ബാറ്ററിയോടൊപ്പം 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സ്നാപ്ഡ്രാഗൺ 7 Gen 1 ഒക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രൈസ് കുറച്ച് കുറവാണ്. 21,999 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇനി സാംസങ്ങിൻ്റെ മോൺസ്റ്റർ സീരീസിലുള്ള വേറൊരു ഫോൺ നോക്കുകയാണെങ്കിൽ സാംസങ് M35 നല്ല ഓപ്ഷനാണ്. ഇതിൽ ഡേ ബ്രേക്ക് ബ്ലൂ, മൂൺലൈറ്റ് ബ്ലൂ, തണ്ടർ ഗ്രേ എന്ന കളർ ഓപ്ഷൻസ് ആണ് വരുന്നത്. ഇതിൽ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സ് പ്ലസിൻ്റെ പ്രൊട്ടക്ഷൻ ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ വരുന്നു എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. ഇതിൽ വേപ്പർ കൂളിംഗ് ചാമ്പർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം വരുന്നുണ്ട്.
ഗെയിം കളിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ സിസ്റ്റം. അത്ര പെട്ടെന്ന് ചൂടാവില്ല ഈ ഫോണിൽ സാംസങ്ങിൻ്റെ സ്വന്തം എക്സിനോസിൻ്റെ 1350 പ്രോസസ്സറാണ് വരുന്നത്. ഇത് 6.6 ഇഞ്ച് വരുന്ന 120 ഹെർട്സ് സപ്പോർട്ട് ചെയ്യുന്ന സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ 6000 mAh ബാറ്ററിയാണ് വരുന്നത്. ഇതുവരെ പറഞ്ഞ ഒരു ഫോണിലും 6000 mAh ബാറ്ററി ഉണ്ടായിരുന്നില്ല. ഈ ഫോണിൽ 6000 mAh ബാറ്ററിയോടൊപ്പം 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. 2 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഈ ഫോണിൽ സുഖമായി കിട്ടുന്നുണ്ട്. 50 മെഗാപിക്സലിൻ്റെ OIS സപ്പോർട്ടിംഗ് ഉള്ള മെയിൻ ക്യാമറയും 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ മാക്രോ ക്യാമറയും ഇതിൽ വരുന്നുണ്ട്. 13 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും ഈ ഫോണിൽ വരുന്നുണ്ട്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒക്കെ 15,000 രൂപയാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും കൂടിയ മോഡൽ എടുക്കുകയാണെങ്കിൽ 20,999 നമുക്ക് ഈ ഫോൺ കിട്ടും. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ.